CBSE 10th റിസൾട്ട് വന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ഫീലിംഗ് എന്തായിരിക്കും? മിക്കവാറും നിങ്ങൾ കുറച്ചുകൂടി സർപ്രൈസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. അവസാന നിമിഷമാണ്, ഒരു മാസം മുമ്പ് മാത്രമാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്, തലേന്ന് മാത്രമാണ് പ്രിപ്പയർ ചെയ്തത്. കുറച്ചുകൂടി ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം, 2 ആഴ്ച 3 ആഴ്ച കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ റിസൾട്ട് ഇതിനേക്കാൾ മെച്ചമാക്കാമായിരുന്നു എന്നത് ഒന്നാമത്തെ ഫീലിംഗ് ഇല്ലേ? പാരൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. പാരൻസിൻ്റെ മനസ്സിലെന്താ? നമ്മൾ പറഞ്ഞ് മടുത്തു. കുറച്ച് നേരത്തെ ഇവൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ആലോചിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. 91 കിട്ടിയ ആൾ 92 ആക്കാമായിരുന്നു. 85 കിട്ടിയ ആൾ കുറച്ചുകൂടി 90ക്ക് മേലെ വാങ്ങാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. മാർക്ക് നിങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ ഓഫീസിൽ ഒരു പയ്യൻ വന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മാത്തമാറ്റിക്സിൽ വളരെ ലോ ആണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള വേർബലും അബ്സ്ട്രാക്ട് റീസണിങ്ങും ഭയങ്കര ഹൈ ആണ്. അത് രണ്ടും ഹൈ ആയി വരുന്നൊരു കുട്ടിക്ക് ന്യൂമറിക്കൽ ഒരിക്കലും മോശമാവാൻ വഴിയില്ല എന്ന അർത്ഥത്തിൽ ഞാൻ അവൻ്റെ പശ്ചാത്തലമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രാക്ടീസിൻ്റെ കുറവും അതുപോലെ ബേസിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു. മാത്സിൻ്റെ ബേസിൻ്റെ പ്രശ്നം അത് പരിഹരിക്കാൻ പറ്റുമായിരുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അവസാനം കൊണ്ടുപോയി പരിശോധിച്ച് നോക്കി 11th കഴിഞ്ഞ് 12th കഴിഞ്ഞ് പരിശോധിക്കുന്നൊരു പ്രവണത പൊതുവേ ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞാൽ സമയം തീർന്നു. മാത്രമല്ല മാത്സിൽ കഴിവില്ല എന്ന് വിചാരിച്ച് പരമാവധി എന്ത് ചെയ്യും? മാത്സ് ഒഴിവാക്കി കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കൊക്കെ പോകുന്നൊരു പ്രവണത, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് മാത്സ് ഒഴിവാക്കുന്ന അവസ്ഥ. ഇത് മാത്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സയൻസിൽ ഫിസിക്സിൽ ഒരു അല്പം മാർക്ക് കുറഞ്ഞാൽ, കെമിസ്ട്രിയിൽ ഒരു അല്പം മാർക്ക് കുറഞ്ഞാൽ അതോടി സയൻസ് പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കില്ല. എനിക്ക് പ്രത്യേകിച്ച് പാരൻസിനോടാണ് പറയാനുള്ളത്, മാർക്ക് കൈ കിട്ടുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ മാത്രം കാണിക്കുന്ന ആശങ്കയും പ്രശ്നങ്ങളും ആകാംക്ഷകളും പ്രതീക്ഷകളും പ്രത്യാശകളും മാത്രം പോരാ, മറിച്ച് കുട്ടിയെ വളരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വൈകിട്ടില്ല, ഇനിയെങ്കിലും നമുക്ക് സമയമുണ്ട്. സയൻസിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് സയൻസ് എടുക്കണ്ട, സോഷ്യൽ സയൻസിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് അത് എടുക്കണ്ട, മാത്സ് പഠിക്കാൻ പറ്റില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്, മാത്സ് മാത്രമാണ് ബാലികേറാൻ മല എന്ന് ചിന്തിച്ചിട്ട് കോഴ്സ് ഡിസിഷൻ എടുക്കുക. മാർക്ക് കുറഞ്ഞ ആൾ 75 ഉള്ളൂ, എന്നിട്ടും സയൻസ് എടുക്കാൻ ഭയങ്കര ആഗ്രഹവും ആക്രാന്തവും കാണിക്കുന്നു. അത് ശരിയല്ല, അല്ലെങ്കിൽ അവൻ മാർക്ക് വാങ്ങേണ്ടതായിരുന്നില്ലേ എന്ന കുറ്റപ്പെടുത്തലുകൾ പാരൻസ് വെക്കുന്നതിന് മുമ്പ്, അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ എപ്പോഴും പാരൻസിനോട് പറയുന്നത്, പരിഹരിക്കാൻ പറ്റുമായിരുന്ന പല പ്രശ്നങ്ങളും അതിഭീകരങ്ങളായി മാറുന്നത് മുൻകൂട്ടി നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ കതിരിന് വളം വെക്കുക എന്ന് പറഞ്ഞ പരിപാടി അവസാനം കൊണ്ടുപോയി ചെയ്യും. ആനയെ വാങ്ങി തോട്ടിയെ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു തരം അല്പത്തരം നമ്മളുടെ മനസ്സിൽ വന്ന് കയറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും കുട്ടിയുടെ സ്കില്ല് സയൻറ്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ട് ശേഷം മാത്രമേ സ്ട്രീം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഇമോഷണൽ ആയിട്ടാണ് തീരുമാനം എടുക്കുക. 85 പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ 85 കിട്ടുന്നു ഭയങ്കര ബെടായി പറഞ്ഞു, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ 80 പോയി. അതുകൊണ്ട് ഇനി നീ സയൻസ് പഠിക്കണ്ട, സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല. നോക്ക്, കൊമേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു നടന്ന ആളാണ് നീ. മാർക്ക് നോക്ക്, നിന്റെ മാർക്ക് ഏതാണ്ട് 85 ഉണ്ട്, നിനക്ക് സുഖമായിട്ട് സയൻസ് എടുക്കാൻ പറ്റും, അതുകൊണ്ട് കൊമേഴ്സിനെ കുറിച്ച് ചിന്തിക്കണ്ട, നീ ഇനി സയൻസ് എടുത്താൽ മതി എന്ന വൈകാരികമായ സമീപനങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് കുട്ടിയുടെ സ്കില്ല് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. ആ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം. മാർക്ക് കുറഞ്ഞാൽ പോലും നോക്ക്, 74% മാർക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു, ആള് സയൻസ് എടുക്കണം എന്ന് ഒരേ വാശി, വീട്ടുകാർ സമ്മതിക്കാൻ റെഡി ആയിരുന്നില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പണിയായിരിക്കും, അതുകൊണ്ട് വേണ്ട. പക്ഷെ ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ പരിഹാരം എന്നൊക്കെ അവസാനം എൻ്റെ അടുത്ത് വന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സയൻസ് സ്കില്ലുണ്ട്, പക്ഷെ എന്താണ്, അവസാനത്തേക്കാണ് പ്രിപ്പയർ ചെയ്യുക. മാത്സിൻ്റെ ബേസിൻ്റെ പ്രശ്നമുണ്ട്, സയൻസിലെ കോൺസെപ്റ്റുകളിൽ ക്ലാരിറ്റി ഇല്ല. ഞാനൊരു വെക്കേഷൻ ടൈമിന് കുറച്ചൊന്ന് ട്രൈ ചെയ്യിപ്പിച്ച് റെഡിയാക്കി ഒരു 10-12 ദിവസം കൊണ്ട് ആളുടെ ബേസൊക്കെ റെഡിയാക്കി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റിലെ ഗ്രോത്ത് ഭയങ്കര രസമായിരുന്നു. നോക്ക്, നമുക്കങ്ങനെ പരിശോധിച്ച് കുട്ടികളെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും. കുട്ടി അത് കഴിഞ്ഞിട്ട് സയൻസ് എടുത്ത് 11th and 12th പഠിച്ച് കഴിഞ്ഞ ആർക്കിടെക്ചർ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ, നോക്ക്, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്ത് ഒന്നുകിൽ BComനോ BBAക്കോ അതല്ലെങ്കിൽ സോഷ്യൽ വർക്കിനോ പോകണമെന്ന് തീരുമാനിച്ചൊരു കുട്ടി
ആളുടെ സ്കില്ല് കണ്ടെത്തി, അഭിരുചി കണ്ടെത്തി, ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി, മാത്സ് മേക്കപ്പ് ചെയ്യാൻ പറ്റും, സയൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് 11th and 12th എടുത്തു. മാർക്ക് 10th-നേക്കാൾ 12th കൂടുതൽ. അത് കഴിഞ്ഞ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി ഓൾ ഇന്ത്യ ആർക്കിടെക്ചറും കേരള നാറ്റയും എഴുതി കേരളത്തിൽ ബെസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇത് കണ്ടെത്താൻ കൃത്യമായിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മാരകമായ പരിക്കേൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടും. കരിയർ ഭാവി നഷ്ടപ്പെടുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് പാരൻസിനോട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, 10th റിസൾട്ട് വന്ന ടൈമാണ്. ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ വളരെ സയൻറ്റിഫിക്കായിട്ട് നിങ്ങളുടെ സ്കില്ലുകൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സ്ട്രീം സെലക്ട് ചെയ്യുക. ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ കരിയർ ഐഡിയ വേണം. വളരെ ലിമിറ്റഡായ ഓപ്ഷൻസ് ആണ് ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്, വളരെ സ്പെസിഫിക് ആണ്. സോഷ്യോളജിയും ഇക്കണോമിക്സുമാണ് ആ കൂട്ടത്തിൽ കരിയർ ഓറിയൻറ്റേഷനിൽ കൂടുതൽ വൈവിധ്യങ്ങളുള്ളത്. സൈക്കോളജിയിലേക്കും സോഷ്യൽ വർക്കിലേക്കും MHRM-ലേക്കും ഓർഗനൈസേഷണൽ സൈക്കോളജിയിലേക്കൊക്കെ മാറാം. ദെൻ ഇക്കണോമിക്സ്, ഡെവലപ്മെൻറ്റൽ ഇക്കണോമിക്സിലേക്കും വെൽഫെയർ ഇക്കണോമിക്സിലേക്കും മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിലേക്കും ഇക്കണോമെട്രിക്സിലേക്കും എല്ലാം നമുക്ക് മാറാം. ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് ഒരു കരിയറായിട്ട് എടുക്കാം. ദെൻ ഫിനാൻസും മാനേജ്മെൻറ്റും മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം ഇക്കണോമിക്സിൻ്റെ ഓപ്ഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതുള്ളൂ. ഇക്കണോമിക്സ് നമുക്ക് കൊമേഴ്സിൽ വരുന്നു എന്നതുകൊണ്ട് അതിനു വേണ്ടി ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്ന് ആലോചിക്കാം. പറ്റുമെങ്കിൽ മാത്സ് മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും നല്ല രീതിയിൽ ഇക്കണോമിക്സ് പഠിച്ച് ഇൻ്റർനാഷണൽ കരിയേഴ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഏതാണ് പറ്റാന്നുള്ളത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കണം. കൊമേഴ്സിലേക്ക് വരുമ്പോൾ കൊമേഴ്സ് വളരെ സ്പെസിഫിക് ആയിട്ട് ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ട്സും ഓഡിറ്റിങ്ങുമാണ്. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടൊരു ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞൊരു മൂന്നാമതൊരു കോർ ഓപ്ഷൻസ്. അപ്പോൾ കൊമേഴ്സിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ഏതാ, ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിങ്ങും അതുപോലെ മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസുമാണ്. മൂന്നാമതൊരു ഓപ്ഷനായിട്ട് ഞാൻ എപ്പോഴും പറയാം ഫിനാൻസ് ആൻഡ് കൺട്രോൾ ആണ്. ദെൻ അക്കൗണ്ട്സ് പഠിച്ച ആൾക്കും മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ വന്ന ആൾക്കും ഒരേപോലെ ഫിനാൻസ് ആൻഡ് കൺട്രോളിലേക്ക് വരാം. പ്ലസ് അതിന് പുറമെ ഫിനാൻസ് ആൻഡ് കൺട്രോൾ സ്പെസിഫിക് ആയിട്ട് കോഴ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞ കോഴ്സ് തന്നെയുണ്ട്. മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ BCom കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം. അത് മാത്രമല്ല IT-യും ദെൻ അതുപോലെ തന്നെ ഡിസൈനിങ്ങും ലീഗൽ സ്റ്റഡീസും ട്രാവൽ ആൻഡ് ടൂറിസം ഹോസ്പിറ്റാലിറ്റിയും പോലുള്ള വൈവിധ്യമാർന്ന ഒരുപാട് മേഖലകളിലേക്ക് കൊമേഴ്സ് കഴിഞ്ഞിട്ട് പോകാം. പക്ഷേ കൊമേഴ്സ് ബേസിക്കലി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഈ പറഞ്ഞ അക്കൗണ്ട്സും ബിസിനസ് സ്റ്റഡീസും ഫിനാൻഷ്യൽ കൺട്രോളാണ്. അതിനപ്പുറത്തേക്കുള്ള വൈവിധ്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെ. സയൻസ് ആകുമ്പോൾ അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, അതിൽ അഭിരുചി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കും പിന്നീട് മാറാം. പലപ്പോഴും പല കോഴ്സുകളും ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമായിട്ട് കണക്ട് ചെയ്തത് എടുക്കണമെങ്കിൽ മാത്സ് +2 തലത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഡേറ്റയും AI-യും ഓട്ടോമേഷനും റോബോട്ടിക്സും മെക്കട്രോണിക്സ് ഒക്കെ പോലുള്ള രസകരമായ വൈവിധ്യങ്ങളിലേക്ക് ടെക്നോളജിയിൽ നിന്ന് മാറാൻ പറ്റും എന്നതുകൊണ്ടും ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലും സയൻസിൻ്റെ ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടും ഈ 3 സ്ട്രീമുകളും സെലക്ട് ചെയ്യുമ്പോൾ സയൻസിന് പ്രത്യേകിച്ച് ഓപ്പണിങ്സ് ഉണ്ട്. മെഡിക്കലും എഞ്ചിനീയറിങ്ങും പാരാമെഡിക്കലും അലൈഡ് സയൻസും അലൈഡ് ഹെൽത്ത് സയൻസിനും പുറമെ ഈ പറഞ്ഞ കൊമേഴ്സിൻ്റെ ഹ്യൂമാനിറ്റീസിൻ്റെ ഏരിയകളിലേക്കൊക്കെ പോവാം എന്ന് മനസ്സിലാക്കുക. ദെൻ ഈ 3 സ്ട്രീമും എങ്ങനെ സെലക്ട് ചെയ്യണം, അത് സെലക്ട് ചെയ്താൽ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടടുത്ത് ഹ്യൂമാനിറ്റീസ് തന്നെ എടുക്കണം, അത് കൊമേഴ്സിലേക്ക് പോയിട്ട് കാര്യമില്ല. ദെൻ കൊമേഴ്സ് എടുക്കേണ്ടടുത്ത് കൊമേഴ്സ് തന്നെ എടുക്കണം, പക്ഷേ മാത്സ് കൂടി ആഡ് ചെയ്യണം. ചില ഘടകങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് കോഴ്സ് പൂർണ്ണമാവുക. ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ചെയ്യുക. കുട്ടി പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് അവരുടെ സ്കില്ല് കണ്ടെത്തി അവർക്ക് കൃത്യമായ കരിയർ ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കരിയർ ഗുരുവിൽ ആ സൗകര്യമുണ്ട്. നേരിട്ട് വരിക, കോൺടാക്റ്റ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് വിശദമായ അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. ഏതായാലും നല്ല റിസൾട്ടിനെ തുടർന്ന് നല്ല ഭാവി നിങ്ങൾക്ക് തീരുമാനിക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.